നിനക്കിപ്പോ സമാധാനമായല്ലോ? എനിക്ക് സമാധാനമായല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലയോ പോവരുതെന്ന്, രാഹുകാലം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. അപ്പൊ നിനക്കൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ. എന്റെ അമ്മൂമ്മേനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നോ? തീയും പുകയൊന്നും കാണുന്നില്ലല്ലോ. അത് തന്നെ എന്റെ ലച്ചു. എന്നാലും നമ്മളോട് ആർക്കാ ഇത്ര വലിയ ദേഷ്യം? ആർക്കാ ഇല്ലാത്ത? എന്റെ ബലായ സംശയം. അമ്മൂമ്മ, ആ പച്ചക്കറിക്കടയുടെ തൊട്ട് സൈഡിലാണ് MLA വീട്. ഇനിയിപ്പോ MLA വീട്ടിലെങ്ങാനും ബോംബ് വെക്കാനുള്ള പദ്ധതിയായിട്ട് വന്നതായിരിക്കോ? ആയിരിക്കുവോ? എനിക്കറിഞ്ഞൂടാ. ലിച്ചു, അങ്ങ് പാരേ, അങ്ങ് പാരേ, അങ്ങ് പാര്. നമ്മ പച്ചക്കറി കടയിൽ പാത്ത ലേഡി തന്നെ. ശരിയാണല്ലോ. ദൈവം, ഇവരെന്തിനാണ് ഇങ്ങോട്ട് കയറുവന്നെ? നമ്മൾ ചത്തില്ലെന്നറിഞ്ഞിട്ടേ വീണ്ടും ബോംബ് വെക്കാൻ വരുന്നതാണെങ്കിലോ? ലക്ഷ്മി അല്ലേ? അതെ, ലക്ഷ്മിയാണ്. ഇത് നിങ്ങളുടെ ബിഗ് ഷോപ്പറാണോ? അതിനകത്ത് ഐസ്ക്രീം ഉണ്ടോ? ആ ഉണ്ട്. ആ, എന്നാ അത് ഞങ്ങളുടെയാ. ആ, മറ്റേ ബീട്രൂട്ട് ഉള്ള ബിഗ് ഷോപ്പർ അത് നിങ്ങളുടെയാണോ? ആ എന്റെ. അത് പച്ചക്കറി കടയിന്നേ ഒരേപോലെ ആയതുകൊണ്ട് നിങ്ങൾ മാറിയെടുത്ത് കൊണ്ടുപോയതാ. കരകാൻ്റെ ആര് പോലീസ് വിളിച്ചേ? പോലീസോ? സത്യം പറ, എവിടെ ബോംബ് വെക്കാനായിരുന്നു പ്ലാൻ? ബോംബോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ബിഗ് ഷോപ്പറിൽ ബോംബ് വെച്ചോണ്ട് നടക്കും ആരെങ്കിലും? ബോംബോ? ஆமா, நீங்க எந்த சங்கடனையில இருந்து வரீங்க? സംഘടനയോ? ஆமா, ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എന്റെ സഞ്ചി എന്നാ ഞാൻ അങ്ങ് പോയിക്കോളാം. ഇപ്പൊ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചതേ ഉള്ളൂ. പൊട്ടിത്തെറിച്ചെന്നോ? എന്തോ ഭാഗ്യത്തിനാ ഒന്നും സംഭവിക്കാതിരുന്നത്. அம்மா, கேக்குற மாதிரி கேட்டுனா இவங்க பதில் சொல்லுவாங்க. சொல்லுங்க. സൂക്ഷിച്ച് സംസാരിക്കണം. എല്ലാത്തിനും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. ഞാൻ ഇവിടുത്തെ CPO ആണ്. நீங்க CPO னா எங்களுக்கு என்ன? അത് തന്നെ ഞങ്ങൾക്ക് എന്ത്? എന്റെ പൊന്നെ, ഒന്നും മിണ്ടാതിരി. അവര് പോലീസാണെന്നാ പറയണേ. പോലീസ് ബിഗ് ഷോപ്പർ എന്നാ ഞാൻ അങ്ങ് പോയിക്കോളാം. ബിഗ് ഷോപ്പർ അടുക്കളയിലുണ്ട്. പക്ഷെ ഒരു ചെറിയ സംഭവം ഉണ്ടായി. ഒരു സ്ഫോടനം അടുക്കളയിൽ നടന്നായിരുന്നു. സ്ഫോടനോ? ആ, ഞാൻ പറഞ്ഞില്ലേ പൊട്ടിത്തെറിച്ചെന്ന്. എന്ത്? നിങ്ങൾ ഇതെങ്ങനെ പിടിച്ചേ? അവര് പറഞ്ഞത് സത്യമായിരിക്കും. ശരിക്കും പോലീസിലായിരിക്കും. അത് എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? എന്തായാലും വാരഫലത്തിൽ പറഞ്ഞതൊക്കെ സത്യമായിട്ട് വന്നില്ലേ? ഇനി വാനവലെന്നും പറഞ്ഞു വന്നായിട്ടല്ല. അതിപ്പോ സത്യതാണ് അമ്മമ്മയ്ക്ക് സന്തോഷം. അല്ലെങ്കിൽ നീയൊക്കെ പറയത്തില്ലേ അതും അന്ധവിശ്വാസം വന്നു? അതിപ്പോ അല്ലെങ്കിൽ ഞാൻ അന്ധവിശ്വാസം തന്നെ പറയുള്ളൂ. വരുന്നു വരുന്നു വരുന്നു. ബിഷപ്പ് പൊട്ടിത്തെറിച്ചില്ലേ? ഇല്ല. അല്ല മാഡം, അപ്പം അകത്തെന്താ ശരിക്കും സംഭവിച്ചേ? അകത്തേന്ന് നോക്ക്. ഒന്നും സംഭവിക്കാതിരുന്ന ഭാഗ്യം. അകത്തെന്താ സംഭവിച്ചേ? നമ്മൾ ചത്തില്ലെന്നറിഞ്ഞോണ്ടേ വീണ്ടും ബോംബ് വെച്ചിട്ടുണ്ടാവൂ. ഒന്ന് പോയാ അമ്മൂമ്മ, വന്നേ നോക്കാം. കുക്കർ പൊട്ടിത്തെറിച്ച? സാമ്പാർ കുക്കറിനകത്ത് അടപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പൊട്ടിത്തെറിച്ചൊരു ശബ്ദമാണ് നമ്മൾ കേട്ടത്. ബോംബ് പൊട്ടുന്ന പോലെ ഉണ്ടായിരുന്നില്ലയോ? എന്റെ അമ്മൂമ്മയ്ക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഓടാൻ പാടില്ലായിരുന്നോ? പിന്നെ ബോംബ് എന്ന് പറയുമ്പോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവില്ലയോ? ഓഫ് ചെയ്തിട്ട് ഓടുകയായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. കുറച്ചു നേരത്തേക്ക് ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. ഇതി വലുത് ഏതാണ്ട് വരാണ്ടിരുന്നതാ. ഞാൻ പറഞ്ഞില്ലയോ വാരഫലം കറക്റ്റ് ആയില്ലേ? ഇപ്പം അമ്മൂമ്മയുണ്ട്, അമ്മൂമ്മയുടെ ഒരു വാരവലവും ഉണ്ട്. ഇതിപ്പോ ആൾക്കാർക്കൊന്നും പറ്റിയില്ലല്ലോ. നിനക്കൊക്കെ പുച്ഛം. ഇതി വലുത് എന്തോ വരാനിരുന്നതാ. ആ, ഇനി പുലിക്ക വന്ന് വീഴുമായിരിക്കും. അറിയുമ്പോ അറിഞ്ഞോളൂ. അല്ല അതെ, ഞാൻ സംശയം ചോദിച്ചോട്ടാ. എന്താ വച്ചേ? അപ്പൊ കവറിനകത്ത് കേട്ട് കീക്കി ശബ്ദം എന്തുവാ?
അതെന്തുവാ? എന്താ ചേച്ചി? അതെന്നെ ലച്ചു.